ഓക്കെ, നമ്മൾ ഇന്ന് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അതായത് ഫ്രെഡോം ഇക്വേഷൻസ് വിത്ത് സെപ്പറബിൾ കേർണൽസ് വരുന്ന കേസാണ്. നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ നോക്കുക, ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. നമ്മളിവിടെ എല്ലാ കേസും ഡിസ്കസ് ചെയ്യും. സോ കൺസിഡർ ദ ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. സോ സെക്കൻഡ് കൈൻഡ് ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷൻ ആണ് എടുത്തിരിക്കുന്നത്. y of x is equal to f of x plus lambda into സെക്കൻഡ് കൈൻഡ് ആകാൻ കാരണം y of x ന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, ആൽഫ ഓഫ് x യുടെ 1 ആണ്. So y of x is equal to f of x plus lambda into integral 0 to 1 minus 3x chi y of chi d chi. So അതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുകയാണ്, തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷൻ. ഇവിടെ നിങ്ങൾ നോക്കുക, k of x chi യുടെ പ്ലേസിൽ വന്നിരിക്കുന്നത് 1 minus 3x chi ആണ്. Where k of x chi is equal to 1 minus 3x chi is a separable kernel. ഇത് സെപ്പറബിൾ കേർണൽ ആണോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. ഇതിനകത്ത് രണ്ട് ടേംസിന്റെ സം ആണ് വരുന്നത്. എന്താണ്? ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം മൈനസ് 3x chi. സോ ഈ രണ്ട് ടേംസും എന്താണ്? പ്രോഡക്റ്റ് ഓഫ് എക്സ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് chi എന്ന രീതിയിലാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. സോ ഫസ്റ്റ് ടേം ആയ 1, പ്രോഡക്റ്റ് ഓഫ് എക്സ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് chi, ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് chi. പ്രോഡക്റ്റ് ഓഫ് എക്സ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് chi അല്ല, സം ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു സം ഫംഗ്ഷൻ ഓഫ് chi. സോ ഇവിടെ 1 എന്ന് പറയുന്നത് എന്താണ്? 1 into 1 തന്നെയാണ്. ഫംഗ്ഷൻ ഓഫ് എക്സും എനിക്ക് 1 ആയിട്ട് എടുക്കാം, ഫംഗ്ഷൻ ഓഫ് കൈയും 1 ആയിട്ട് എടുക്കാം. സോ 1 into 1 എന്ന് ആണ് ഫസ്റ്റ് ടേം കിട്ടുക, 1. ഇനി സെക്കൻഡ് ടേം എന്താണ്? സെക്കൻഡ് ടേം എന്ന് പറയുന്നത് മൈനസ് 3x കൈ. അതിനെ എനിക്ക് വേണമെങ്കിൽ മൈനസ് 3x ആയിട്ട് ഫംഗ്ഷൻ ഓഫ് എക്സും കൈ ഫംഗ്ഷൻ ഓഫ് കൈ ആയിട്ട് എടുക്കാം. രണ്ടും സെപ്പറേറ്റ് ചെയ്ത് എഴുതാമല്ലോ, മൈനസ് 3x ഇൻറ്റു കൈ എന്ന രീതിയിൽ. അല്ലെങ്കിൽ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു മൈനസ് 3 ഖൈ. എനിവേ ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് ഖൈ എന്ന രീതിയിലും സെക്കൻഡ് ടേമിനെ എഴുതാം. അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് സെക്കൻഡ് ടേമിനെ എഴുതാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സെപ്പറബിൾ കേർണൽ ആണ്. നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് ഖൈ അല്ല എന്ന് നോക്കുന്നുണ്ടെങ്കിൽ വിചാരിക്കരുത്. കാരണം ഇത് നോക്കുക, നമ്മൾ അങ്ങനെ നോക്കണം, ഓരോ ടേമും എടുത്ത് നോക്കണം. 1 എന്ന് പറയുന്നത് 1 into 1 എന്ന് എഴുതാം, ഫംഗ്ഷൻ ഓഫ് എക്സും 1, ഫംഗ്ഷൻ ഓഫ് കൈയും 1 എന്ന രീതി. മൈനസ് 3x കൈ എനിക്ക് അതുപോലെ തന്നെ എഴുതാം, എന്ന് എഴുതാം മൈനസ് 3x into കൈ. സോ ഇത് സെപ്പറബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ കേർണൽ സെപ്പറബിൾ കേർണൽ ആണ്. അത് മനസ്സിലായോ, ഈ കേർണൽ സെപ്പറബിൾ ആണെന്നുള്ളത്? സംശയം ഉണ്ടോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ സോ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു ഞാൻ അതിനെ. ഇനി ഇത് സെപ്പറബിൾ കേർണൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? y ഓഫ് എക്സ് ഈസ് നമുക്ക് തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷൻ നോക്കുക. അതിനെ ഈ ലാംഡ വെച്ച് എന്താണ്? ലാംഡ വെച്ച് അകത്തേക്ക് മൾട്ടിപ്ലൈ അല്ല, ഈ ഇന്റഗ്രലിനെ എനിക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, രണ്ട് ഇന്റഗ്രലിന്റെ സം ആയിട്ട് എഴുതാം. നമ്മൾ നേരത്തെ ജനറൽ ഫോമിൽ പറഞ്ഞപ്പോൾ സമ്മേഷൻ ആയിട്ടാണ് ഈ കേർണൽ എഴുതിയത്. പക്ഷെ നമ്മളിവിടെ 1 മൈനസ് 3x കൈ സമ്മേഷൻ ഫോമിൽ ഒന്നും ഉപയോഗിച്ച് എഴുതൊന്നും വേണ്ട. ഇത് നിങ്ങൾ ഈ ഇന്റഗ്രലിനെ രണ്ടായിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, സോ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? y of x is equal to f of x plus lambda into ഇന്റഗ്രൽ എന്ത് വരും? ഇന്റഗ്രൽ 0 to 1 into y of chi d chi. 1 into y of chi is y of chi. So y of chi d chi എന്ന് വരും. അതേപോലെ അടുത്ത ടേം എന്ത് വരും? ലാംഡ ഇൻറ്റു അടുത്ത ഇന്റഗ്രൽ എഴുതുമ്പോൾ ഈ മൈനസ് 3യും എനിക്ക് ഔട്ട്സൈഡ് എടുക്കാം. സോ മൈനസ് 3 ലാംഡ. അതേപോലെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ഖൈ ആണ്. സോ എക്സിന്റെ ഫംഗ്ഷൻ നമ്മൾ ജനറൽ ഫോം എഴുതിയപ്പോൾ എഫ് എൻ ഓഫ് എക്സ് എടുത്ത് ഔട്ട്സൈഡ് ഇട്ട പോലെ എക്സിന്റെ ഫംഗ്ഷൻ ഔട്ട്സൈഡ് എഴുതണം. ഇവിടെ എക്സ് കാരണം വിത്ത് റെസ്പെക്ട് ടു ഖൈ ആണ് ഇന്റഗ്രേറ്റ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഇവിടെ മൈനസ് 3x കോൺസ്റ്റന്റ് ആണ്. സോ അതും ഔട്ട്സൈഡ് എടുക്കാം. സോ എന്ത് കിട്ടും അടുത്ത ടേം? മൈനസ് 3 ലാംഡ എക്സ് ഇൻറ്റു ഇന്റഗ്രൽ 0 to 1 ഖൈ ഇൻറ്റു y ഓഫ് ഖൈ ഡി ഖൈ എന്ന് വരും. ഓക്കെ, സോ ഈ സ്റ്റെപ്പ് ക്ലിയർ ആണോ? ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. സോ ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യും, നമ്മൾ എക്സിന്റെ ഫംഗ്ഷൻ പുറത്തെടുക്കുകയും ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം, ഇതിനകത്ത് വരുന്നിരിക്കുന്ന ഇന്റഗ്രലിനെ C1 C2, ഫസ്റ്റ് ഇന്റഗ്രലിന് C1 എന്ന് കൊടുക്കുക, സെക്കൻഡ് ഇന്റഗ്രലിന് C2 എന്ന് കൊടുക്കുക. സോ പുട്ട് C1 ആയിട്ട് ഞാൻ ഏതെടുക്കുന്നു? ഇന്റഗ്രൽ 0 to 1 y of chi d chi. ഇതിനകത്ത് വന്നിരിക്കുന്ന ഫസ്റ്റ് ഇന്റഗ്രലിനെ C1 എന്ന് വിളിച്ചു. അതേപോലെ രണ്ടാമത് വന്നിരിക്കുന്ന ഇന്റഗ്രലിനെ C2 എന്ന് വിളിച്ചു. C2 is equal to ഇന്റഗ്രൽ 0 to 1 chi into y of chi d chi. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ജനറൽ ഫോം എഴുതിയപ്പോൾ ഈ ഖൈ എന്നുള്ളതിന് പകരം C1 C2 അല്ലെങ്കിൽ CN എന്ന് പറയുന്ന ഇന്റഗ്രൽ എഴുതിയപ്പോൾ ഖൈക്ക് പകരം എക്സ് കൊടുത്ത്. കാരണം ഇന്റഗ്രലിനകത്ത് വേരിയബിൾ എന്താണെങ്കിലും വിഷയമല്ല.
സോ അവിടെ എക്സ് കൊടുത്താണ് എഴുതിയത്. ഇവിടെ ഞാൻ എക്സ് കൊടുത്തില്ല, ഖൈ തന്നെയാണ് എഴുതിയത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. ഖൈ മാത്രം ഇന്റഗ്രലിനകത്ത് വരുന്ന പോലെ എഴുതാം, അല്ലെങ്കിൽ എക്സ് ഖൈക്ക് പോലെ എക്സ് റീപ്ലേസ് ചെയ്തുകൊണ്ട് എഴുതാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ. സോ C1 രണ്ട് ഇന്റഗ്രലിനെ ഞാൻ C1 C2 എന്ന് വിളിച്ചു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഫസ്റ്റ് ഇന്റഗ്രലിന് ബ്രാക്കറ്റ് ഞാൻ എഴുതിയിരിക്കുന്നു. നോക്കുക, ഹിയർ G1 of x is equal to 1. ഞാൻ പറഞ്ഞു G1 of x എന്ന് പറഞ്ഞാൽ ഈ C1 എന്ന് നമ്മൾ വിളിച്ച ഇന്റഗ്രലിനകത്ത് y of x ന്റെ കൂടെ വരുന്നതാണ്. ഇവിടെ y of x വേരിയബിൾ ഞാൻ ഖൈ ആയിട്ട് കൊടുത്തു. y of x ഓ ഖൈയോ എന്തോ ആയിക്കോട്ടെ, y-യുടെ കൂടെ വരുന്നതിനെയാണ് ഫംഗ്ഷനെയാണ് നമ്മൾ G1 of x എന്ന് വിളിക്കുക. സോ ഇവിടെ y of ഖൈയുടെ കൂടെ വന്നിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ G1 of x എന്താണ് ഇവിടെ? 1 ആണ്. ഓക്കെ. അതേപോലെ C2 എന്ന് പറയുന്ന രണ്ടാമത്തെ ഇന്റഗ്രലില് ഈ y of x അഥവാ y of ഖൈയുടെ കൂടെ വരുന്ന ഫംഗ്ഷനെയാണ് ഞാൻ G2 of x എന്ന് വിളിക്കുക. സോ ഹിയർ G2 of x എന്താണ്? ഇവിടെ y of ഖൈയുടെ കൂടെ വരുന്ന ടേം എന്താണ്? ഖൈ. പക്ഷെ നമ്മൾ G1 of x, G2 of x, ന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് g യെ വിളിക്കുക. സോ G2 of x, അതായത് y of ഖൈയുടെ കൂടെ ഉള്ളത് ഖൈ ആണ്. സോ G2 of ഖൈ ആണ് ഖൈ. അങ്ങനെയാണെങ്കിൽ G2 of x എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ഖൈക്ക് പകരം എന്ത് എഴുതണം? x. കാരണം നമ്മൾ g എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇൻ ടേംസ് ഓഫ് x ആണ് എക്സ്പ്രസ് ചെയ്യുക. സോ ഇവിടെ G1 of x 1 എന്നും കിട്ടും, G2 of x x എന്നും കിട്ടും. അത് ക്ലിയർ ആണോ? ഓക്കെ. സോ ഇനി ഇപ്പൊ ഈ നോക്കുക, ഇവിടെ ഞാൻ രണ്ട് ഇന്റഗ്രലും C1 C2 എന്ന് വിളിച്ചു. ഇനി ഇപ്പൊ നമ്മൾ എഴുതിയ ഇക്വേഷൻ y of x is equal to f of x plus lambda into ഇതിന് പകരം ഫസ്റ്റ് ഇന്റഗ്രലിന് പകരം C1 എന്ന് കൊടുക്കുന്നു. അതേപോലെ -3 lambda x into രണ്ടാമത്തെ ഇന്റഗ്രലിന് പകരം C2 എന്ന് എഴുതി കൊടുക്കുന്നു. അങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് എഴുതിയത്. നോക്കുക, y of x is equal to f of x plus lambda into ഒരു ഇന്റഗ്രൽ ആയിരുന്നു ആദ്യത്തെ ഇന്റഗ്രൽ, അതിന് C1 എന്ന് കൊടുത്തു. -3 lambda x ഉണ്ട് ഇവിടെ, കണ്ടോ? 3 lambda x into C2. സോ അത് 3 lambda, ഞാൻ C2 ആദ്യം എഴുതിയെന്നേ ഉള്ളൂ, കാരണം C2 ഒക്കെ കോൺസ്റ്റന്റ്, അവസാനം x എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണേ എഴുതാം. -3 lambda C2 into x എന്ന് എഴുതി. അതിന് ഇക്വേഷൻ നമ്പർ 2. സോ ഇതാണ് നമ്മുടെ തന്നിരിക്കുന്ന ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷൻ വിത്ത് സെപ്പറബിൾ കേർണലിന്റെ സൊല്യൂഷൻ. പ്രൊവൈഡഡ് നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കണം, ആ രണ്ട് കോൺസ്റ്റന്റ്സ് C1 C2 ന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ ഇനി അതിലേക്കാണ് പോകുന്നത്. C1 C2 ന്റെ വാല്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു എന്താണ്, ആദ്യം G1 of x വെച്ചിട്ട് ഇക്വേഷൻ നമ്പർ 2, ഈ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 2നെയാണ്. ഇക്വേഷൻ നമ്പർ 2നെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഏത് ഇന്റർവെല്ലിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം നോക്കുക. ഈ C1 C2 അഥവാ ഇതിനകത്ത് വരുന്ന ഇന്റഗ്രൽ എവിടെയാണ്? ഇന്റഗ്രൽ ഫ്രം 0 to 1. സോ അതുകൊണ്ട് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യണം ഫ്രം 0 to 1. സോ ആദ്യം ഞാൻ മൾട്ടിപ്ലൈ ഇക്വേഷൻ നമ്പർ 2 with G1 of x is equal to 1. G1 of x നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. G1 of x 1 ആണ്. So multiply equation number 2 with G1 of x is equal to 1 and integrate over the interval 0 1. Okay. So equation number 2 നെ നിങ്ങൾ G1 of x എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക, ഫ്രം 0 to 1 ചെയ്യുക. സോ ലെഫ്റ്റ് സൈഡിൽ y of x നെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ y of x തന്നെ. പിന്നെ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഞാൻ രണ്ടും ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് ചെയ്യുവാണ്. ഈ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഇക്വേഷന് വ്യത്യാസമൊന്നുമില്ല രണ്ട് സൈഡിലും. സോ ജസ്റ്റ് അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി ഫ്രം 0 to 1. സോ എന്ത് കിട്ടും? ഇന്റഗ്രൽ 0 to 1 y of x dx is equal to, ഇവിടെ റൈറ്റ് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to 1 f of x dx പ്ലസ് അടുത്ത ടേമിൽ ലാംഡ C1 എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. സോ ആ ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കോൺസ്റ്റന്റ് ഔട്ട് സൈഡ് എടുക്കുന്നു. സോ ലാംഡ C1 ഇൻറ്റു എന്ത് വരും? ഇന്റഗ്രൽ 0 to 1 dx, 1 into dx. സോ dx വരും. അടുത്ത ടേമിൽ നോക്കുക, -3 lambda C2 കോൺസ്റ്റന്റ്. സോ -3 lambda C2 ഇന്റഗ്രൽ ഔട്ട് സൈഡ് എടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇന്റഗ്രൽ 0 to 1 x ഇവിടെ ഉള്ള x ആണ്, x dx. സോ ഈ സ്റ്റെപ്പ് ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കുക, ഈ ലെഫ്റ്റ് സൈഡ് വന്നിരിക്കുന്നത് എന്താണ്? നമ്മളിപ്പോൾ ചെയ്തു വെച്ച ലെഫ്റ്റ് സൈഡ് ഇന്റഗ്രൽ 0 to 1 y of x dx. ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ജനറൽ ഫോം എഴുതിയപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് G1 of x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ C1 കിട്ടും. G2 of x വെച്ചായിരുന്നു മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ C2 കിട്ടുന്നത്. നോക്കുക, ലെഫ്റ്റ് സൈഡ് ഇന്റഗ്രൽ 0 to 1 y of x dx. നിങ്ങൾ എഴുതിയ C1 എന്താണ്? ഇന്റഗ്രൽ 0 to 1 y of k dk. വേരിയബിൾ മാറിയാലും ഇന്റഗ്രലിന്റെ വാല്യൂവിന് വ്യത്യാസമൊന്നുമില്ല. സോ ഈ C1 തന്നെയല്ലേ അവിടെയും വരുന്നത്, x ആണെന്നല്ലേ ഉള്ളൂ വേരിയബിൾ. So that is C1 itself. So left side എന്താവും? C1 എന്ന് കിട്ടും. C1 is equal to integral 0 to 1 f of x dx. അതുപോലെ തന്നെ, കാരണം ഇവിടെ നമുക്ക് f of x ന്റെ വാല്യൂ അറിയില്ല. ഓക്കെ, അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ എടുത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ f of x, ക്യാപിറ്റൽ f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് തന്നിട്ടില്ല. ക്യാപിറ്റൽ f of x തന്നെ ഇട്ടാണ് തന്നിരിക്കുന്നത്.
അത് എന്തുകൊണ്ടാണ് അങ്ങനെ തന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു നമ്മൾ ഈ കേസിലെ എല്ലാ പോസിബിലിറ്റിയും ഡിസ്കസ് ചെയ്യും. ഇപ്പൊ എഫ് ഓഫ് എക്സിന് ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ് അവിടെ തരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കേസല്ലേ വരുന്നുള്ളൂ, അതിന്റെ സൊല്യൂഷൻ ഇന്നതാന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് സൊല്യൂഷനിലേക്ക് എത്താം. പക്ഷെ ഇവിടെ ഈ കേസ് നമ്മൾ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ എഫ് ഓഫ് എക്സ് 0 ആയാൽ എന്ത് വരും, എഫ് ഓഫ് എക്സ് ഓർത്തോഗണൽ ടു ജി വൺ ഓഫ് എക്സ് ജി ടു ഓഫ് എക്സ് ആയാൽ എന്ത് വരും, ആ കേസിലെല്ലാം എന്താണ് സൊല്യൂഷൻ വരുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകുന്ന ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിൾ ആണ്. സോ അതുകൊണ്ടാണ് ഇത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആയിട്ട് തന്നെ ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പോ എക്സോ എക്സ് സ്ക്വയർ അതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷൻ വരും. നമുക്കിപ്പം ഇപ്പൊ ഇവിടെ ചെയ്ത രീതിയിലാണെങ്കിൽ നമുക്ക് ഇവിടെ ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സിന്റെ വാല്യൂ ഒരു ആൻസർ നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യും. പക്ഷെ ഇവിടെ അതില്ല, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് തന്നെയാണ് ഇവിടെ ജസ്റ്റ് ഫംഗ്ഷൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളോട് നോക്കുക ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് അതുപോലെ തന്നെ പ്ലസ് ലാംഡ സി വൺ ഇൻറ്റു ഇന്റഗ്രൽ ഡി എക്സ് ഈസ് എക്സ് ഫ്രം 0 to 1 അതേപോലെ മൈനസ് 3 ലാംഡ സി ടു ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ഈസ് എക്സ് സ്ക്വയർ ബൈ 2 ഫ്രം 0 to 1. സോ എന്ത് കിട്ടും, c1 is equal to ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ലാംഡ സി വൺ ഇൻറ്റു എക്സിന് ആദ്യം 1 കൊടുത്താൽ എന്ത് വരും, 1 മൈനസ് 0 എന്ന് വരും. സോ ദാറ്റ് ഈസ് 1 itself. സോ ലാംഡ സി വൺ മൈനസ് 3 ലാംഡ സി ടു ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2ക്ക് 1 ഉം 0 ഉം കൊടുത്താൽ എന്ത് വരും, 1/2 മൈനസ് 0. സോ ഒരു മൈനസ് 3 ലാംഡ സി ടു ഇൻറ്റു 1/2 വരും. അതാണ് മൈനസ് 3/2 ലാംഡ സി ടു എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ C1 ലെഫ്റ്റ് സൈഡിലും ഉണ്ട് റൈറ്റ് സൈഡിലും ഉണ്ട്. സോ C1 ഉം C2 ഉം വരുന്ന എല്ലാം നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവാണ്. സോ എന്ത് വരും, ഇതിനെ ഈ ലാംഡ C1 നെ കൂടെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് C1 കോമൺ എടുത്താൽ എന്ത് വരും, 1 മൈനസ് ലാംഡ C1 എന്ന് വരും. അതേപോലെ ഈ മൈനസ് 3/2 ലാംഡ C2 ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ പ്ലസ് 3/2 ലാംഡ C2 ആവും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ്. C1 ഉം C2 ഉം വരുന്നതിനെ മാത്രം ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാം. സോ ഇതാണ് നമ്മുടെ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിലെ ഫസ്റ്റ് ഇക്വേഷൻ. അതിന് ഇക്വേഷൻ നമ്പർ ഞാൻ 3 എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സോ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇപ്പൊ എത്ര ഇന്റഗ്രൽ ഉണ്ടോ അത്ര ഇക്വേഷൻ കിട്ടും. ഓക്കെ, സോ നമുക്കിവിടെ രണ്ട് കോൺസ്റ്റന്റ്സ് ഉള്ളൂ, C1 C2. സോ രണ്ട് ഇന്റഗ്രൽസ് ആണ് വരുന്നത്, അതുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് വേണം. സോ അടുത്ത ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഇവിടെ നമ്മൾ ചെയ്ത പോലെ തന്നെ മൾട്ടിപ്ലൈ ഇക്വേഷൻ 2 വിത്ത് G2 ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, അതേപോലെ ചെയ്യുക. മൾട്ടിപ്ലൈ ഇക്വേഷൻ 2 വിത്ത് G2 ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് എക്സ് ആണ്, ആൻഡ് ഇന്റഗ്രേറ്റ് ഓവർ 0 to 1. സോ ഇവിടെ ഞാൻ ഈ ഇക്വേഷൻ നമ്പർ 2 നെ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാണ് 0 to 1. സോ ലെഫ്റ്റ് സൈഡ് എന്താവും, ഇന്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരും. സോ അതാണ് ഇന്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ് ഡി എക്സ്. അതേപോലെ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും, ഫസ്റ്റ് ടേമിനെ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇന്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. നോക്കുക, ഇന്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് അടുത്ത ടേമിനെ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാംഡ C1 എക്സ് എന്ന് വരും. സോ ലാംഡ C1 ഈസ് എ കോൺസ്റ്റന്റ്. സോ ലാംഡ C1 ഇൻറ്റു ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇന്റഗ്രൽ 0 to 1 എക്സ് ഡി എക്സ് എന്ന് വരും, കാരണം എക്സ് വെച്ച് നമ്മളോട് മൾട്ടിപ്ലൈ ചെയ്തു. സോ അതാണ് അടുത്ത ടേം, ലാംഡ C1 ഇൻറ്റു ഇന്റഗ്രൽ 0 to 1 എക്സ് ഡി എക്സ്. അടുത്ത ടേമിനെ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ വരും. ഈ മൈനസ് 3 ലാംഡ C2 കോൺസ്റ്റന്റ് ആണ്. സോ മൈനസ് 3 ലാംഡ C2 ഇൻറ്റു ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. സോ മൈനസ് 3 ലാംഡ C2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഡി എക്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ G2 ഓഫ് എക്സ് വെച്ചിട്ട് ഇക്വേഷൻ 2 നെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എഴുതുക. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നോക്കിയാൽ അറിയാം ഈ ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്നത് C2 ആണ്. നിങ്ങൾ ആ C2 നെ ഒന്ന് നോക്കിയേ. C2 എന്താണ്, ഇന്റഗ്രൽ 0 to 1 ഖൈ വൈ ഓഫ് ഖൈ ഡി ഖൈ. നമുക്കിപ്പോ കിട്ടുന്നത് ഖൈക്ക് പകരം എക്സ് കൊടുക്കുന്നതാണ്. ഇന്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ് ഡി എക്സ് ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ്. സോ അത് C2 തന്നെയാണ്. സോ C2 is equal to ഇന്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ലാംഡ C1 ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ത് വരും, എക്സ് സ്ക്വയർ ബൈ 2 ഫ്രം 0 to 1 മൈനസ് 3 ലാംഡ C2 ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സിന്റെ ഇന്റഗ്രൽ എന്ത് വരും, എക്സ് ക്യൂബ് ബൈ 3 ഫ്രം 0 to 1. സോ C2 is equal to ഇന്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ലാംഡ C1 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/2 മൈനസ് 0. സോ ഇവിടെ ഒരു 1/2 ലാംഡ ബൈ 2 C1 ആവും. അടുത്തത് മൈനസ് 3 ലാംഡ C2 ഇൻറ്റു ഇത് എന്ത് വരും, 1/3 മൈനസ് 0. സോ 1/3 ഈ 3യും കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് മൈനസ് ലാംഡ C2 എന്ന് വരും. ഓക്കെ, ഇനി നോക്കാം നമുക്ക് ഈ C1 ഉം C2 നെ എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. സോ ഈ മൈനസ് ലാംഡ ഈ C1ന്റെ ടേം ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ മൈനസ് ലാംഡ ബൈ 2 C1 പ്ലസ് C2ന്റെ രണ്ട് ടേം വരും, ഇതും കൂടെ ലെഫ്റ്റിലേക്ക് പോയിട്ട് C2 കോമൺ എടുത്താൽ 1 പ്ലസ് ലാംഡ ഇൻറ്റു C2 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. സോ ഇതിന് ഇക്വേഷൻ നമ്പർ 4 അടുത്ത നമ്പർ കൊടുത്തു. സോ ഇതാണ് ഈ ഇക്വേഷൻ 3ഉം 4ഉം ആണ് നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. രണ്ട് കോൺസ്റ്റന്റ്സ് ആണ് ഇവിടെ ഉള്ളത്, C1 ഉം C2 ഉം. ഈ രണ്ട് ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സോ ഇത്രയും ക്ലിയർ ആണോ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ വരെ എത്തുന്നത്? എല്ലാവർക്കും ക്ലിയർ ആണോ? സംശയം ഉണ്ടോ എന്തേലും?
ഓക്കെ. ആ സോ നമുക്കിനി കൺസിഡർ ദ സിസ്റ്റം 3, 4. ഈ രണ്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഞാൻ അതിന്റെ ഡിറ്റർമിനന്റ് ഓഫ് കോഎഫിഷ്യൻസ് അങ്ങ് എടുക്കാൻ പോവാണ്. അതായത് ഈ രണ്ട് ഇക്വേഷനിലും കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ C1 C2ന്റെ കോഎഫിഷ്യൻസ് എഴുതുന്ന മെട്രിക്സ് അതെന്ത് വരും? ഫസ്റ്റ് റോ എന്ത് വരും? ആ മെട്രിക്സിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് മാത്രം ഞാൻ എടുക്കുകയാണ്. കോഎഫിഷ്യന്റ് മെട്രിക്സ് എടുത്ത് എന്ത് വരും? ഫസ്റ്റ് റോ 1 മൈനസ് ലാംഡയും 3/2 ലാംഡയും വരും ആദ്യത്തെ ഇക്വേഷനിലെ കോഎഫിഷ്യൻസ്. അടുത്ത ആ മെട്രിക്സിന്റെ സെക്കൻഡ് റോ എന്ത് വരും? രണ്ടാമത്തെ ഇക്വേഷനിലെ കോൺസ്റ്റൻസ് മൈനസ് ലാംഡ/2 ഉം 1 പ്ലസ് ലാംഡയും. സോ നോക്കുക, ഡെൽറ്റ ആയിട്ട് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ആ ലെഫ്റ്റ് സൈഡിൽ വരുന്ന C1 C2ന്റെ കോഎഫിഷ്യന്റ് ആണ് ഫസ്റ്റ് റോ സെക്കൻഡ് റോ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഇക്വേഷനിൽ 1 മൈനസ് ലാംഡ 3/2 ലാംഡയും മൈനസ് ലാംഡ/2 1 പ്ലസ് ലാംഡ. സോ ഈ ഡിറ്റർമിനന്റ് ആണ് ഈ ഡെൽറ്റ 1 മൈനസ് ലാംഡ എന്ന് പറയുന്ന ഫോർമുല 1 മൈനസ് ലാംഡ I മൈനസ് ലാംഡ എന്നാണ് നമ്മൾ അതിനെ എഴുതിയത്. നിങ്ങൾ അങ്ങനെ ഒന്നും നോക്കണ്ട, നിങ്ങൾ ആ കോഎഫിഷ്യൻസ് ഉള്ള ഡിറ്റർമിനന്റ് ആയിട്ട് ഡെൽറ്റ അങ്ങ് വിളിച്ചാൽ മതി. ഓക്കെ. സോ ഡെൽറ്റ എന്ന് പറയുന്ന ഈ ഡിറ്റർമിനന്റ്, ഞാൻ ഈ ഡിറ്റർമിനന്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. കാരണം നമുക്കറിയാം എന്താണ് ഒരു സിസ്റ്റത്തിന് ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0 വന്നാൽ യുണീക് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനോ നോ സൊല്യൂഷനോ വരാം. ഇനി ഫസ്റ്റ് ഈ ഡെൽറ്റ കണ്ടുപിടിക്കണം. സോ ഇതെന്ത് കിട്ടും? 1 മൈനസ് ലാംഡ ഇൻറ്റു 1 പ്ലസ് ലാംഡ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. മൈനസ് ഓഫ് മൈനസ് ലാംഡ/2 വരുമ്പോൾ പ്ലസ് ആവും. സോ പ്ലസ് ലാംഡ/2 ഇൻറ്റു 3/2 ലാംഡ. So simplify ചെയ്താൽ 1 plus lambda into 1 minus lambda a plus b into a minus b. So a square minus b square 1 minus lambda square എന്ന് വരും. പ്ലസ് അടുത്തത് എന്ത് വരും? പ്ലസ് 3/4 ലാംഡ സ്ക്വയർ എന്ന് കിട്ടും. സോ ഇതെന്ത് കിട്ടും? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 മൈനസ് 1/4 ലാംഡ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഡെൽറ്റ ഈക്വൽ ടു 0 കൊടുത്ത് ഞാൻ ഈ ലാംഡയുടെ വാല്യൂസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ഡെൽറ്റ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഡെൽറ്റ എന്ന് പറയുന്ന ഡിറ്റർമിനന്റിനകത്ത് എന്ത് മാത്രമേ വരുന്നുള്ളൂ? ലാംഡ. സോ ലാംഡയുടെ വാല്യൂ എനിക്ക് കിട്ടും. ഡെൽറ്റ 0 ആകുമ്പോൾ ലാംഡയുടെ വാല്യൂസ് നമുക്ക് കിട്ടും. സോ അത് ഞാൻ ജസ്റ്റ് കണ്ടുപിടിക്കാം. ഡെൽറ്റ ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഡെൽറ്റ എന്താണ്? 1 മൈനസ് 1/4 ലാംഡ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ഈ 1/4 ലാംഡ സ്ക്വയർ അപ്പുറത്ത് കൊണ്ടുപോയി നമുക്ക് എന്ത് കിട്ടും? 1/4 ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ ദാറ്റ് ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4. സോ ദാറ്റ് ലാംഡ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 എന്ന് കിട്ടും. സോ ഡെൽറ്റ 0 ആവുന്ന വാല്യൂസ് ആണ് ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2. ബാക്കി വാല്യൂസിലെല്ലാം ലാംഡ പ്ലസ് ഓർ മൈനസ് 2 +2 അല്ലെങ്കിൽ -2 അല്ലാത്ത വാല്യൂസിലെല്ലാം ഡെൽറ്റ എന്താണ്? നോൺ സീറോ ആയിരിക്കും. ഓക്കെ. സോ ഇവിടെ നിന്ന് എനിക്ക് എന്ത് പറയാം? It follows that a unique solution exists if and only if lambda not equal to plus or minus 2. കാരണം എന്താ? ഡെൽറ്റ 0 ആവുന്നതാണ് ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2. സോ ലാംഡ നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 ആണെങ്കിൽ അവിടെ ഡെൽറ്റ ഡിറ്റർമിനന്റ് എന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആണ്. നമുക്ക് ഓൾറെഡി അറിയാം ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ യുണീക് സൊല്യൂഷൻ ആണ്. സോ അതാണ് ഫസ്റ്റ് പറയുന്നത്. It follows that a unique solution exists if and only if lambda not equal to plus or minus 2. Lambda not equal to plus or minus 2 ആകുമ്പോൾ ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ടാണ്. And is obtained by solving. ആ സൊല്യൂഷൻ എങ്ങനെയാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുക? Is obtained by solving 3 and 4. 3 ഉം 4 ആണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഫോർ C1 C2. C1 C2ന്റെ ആ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2ൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അവിടെ സൊല്യൂഷൻ കിട്ടും എന്ന് നമ്മൾ പറയുകയാണ്. ഇവിടെ നമ്മൾ അങ്ങനെ പറയത്തേ ഉള്ളൂ, സൊല്യൂഷൻ കണ്ടുപിടിക്കത്തില്ല. കാരണം എന്തുകൊണ്ടാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇക്വേഷൻ 3 ഇക്വേഷൻ 4 ഒന്ന് നോക്കിയേ. ഇതിന്റെ രണ്ടിന്റെയും ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഇന്റഗ്രൽ 0 to 1 f of x dx ആണ്. നമുക്ക് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. സൊല്യൂഷൻ എഴുതിയാലും അതിനകത്ത് ഈ ഇന്റഗ്രൽ വരും. അതുകൊണ്ട് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ തന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ജനറലി പറഞ്ഞു പോകത്തേ ഉള്ളൂ. സൊല്യൂഷൻ എന്താണ് എന്ന് ഇൻ പർട്ടിക്കുലർ നമ്മൾ ചെയ്തെടുക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ. ഒരു പർട്ടിക്കുലർ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഇതിന്റെ പുറകെ ചെയ്യും. അവിടെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഓക്കെ. എനിവേ ഇതൊരു ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിൾ ആണ്. നമ്മൾ എല്ലാ കേസും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആകുന്നത് എപ്പോഴാണ്? ലാംഡ നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2. സോ ആ കേസിൽ യുണീക് സൊല്യൂഷൻ കിട്ടും. അത് ഇക്വേഷൻ 3ഉം 4ഉം സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും. അതിന്റെ വാല്യൂസ് കൊണ്ടുവന്ന് ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുമെന്ന് പറയാം. ഇത് ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമ്മൾ രണ്ടാമത്തെ കേസ്, ഈ നമ്മളവിടെ രണ്ടാമത്തെ കേസായിട്ട് നമ്മൾ എഴുതിയ ഇതിനകത്ത് എന്തായിരുന്നു പറഞ്ഞത്? എഫ് ഓഫ് എക്സ് 0 ആകുന്ന കേസിൽ എന്തായിരുന്നു അവിടെ പറയുന്നത്? എഫ് ഓഫ് എക്സ് 0യും ഡെൽറ്റയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0യും ആണെന്നുണ്ടെങ്കിൽ യുണീക് സൊല്യൂഷൻ കിട്ടും എന്നാണ് പറഞ്ഞത്. സോ അതാണ് ഇവിടെ പറയുന്നത്. ഇൻ പർട്ടിക്കുലർ നമ്മൾ ആ എഴുതിയ ജനറൽ ഫോമാറ്റിന്റെ കാര്യം അതേപോലെ റിപ്പീറ്റ് ചെയ്യണം. ഇൻ പർട്ടിക്കുലർ ഇവിടെ എഫ് ഓഫ് എക്സ് എന്താണെന്ന് തന്നിട്ടില്ല. സോ എഫ് ഓഫ് എക്സ് 0 ആയ ഇൻ പർട്ടിക്കുലർ ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 and delta not equal to 0. Delta not equal to 0 ആവുന്നത് എപ്പോഴാണ്? ലാംഡ നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 ആകുമ്പോഴാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു.
സോ ഡെൽറ്റ നോട്ട് ഈക്വൽ ടു സീറോയും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ദെൻ ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. ആ സൊല്യൂഷൻ എന്താണ്? ദെൻ ദ ഓൺലി സൊല്യൂഷൻ ഓഫ് വൺ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷൻ ഈസ് ദ ട്രിവിയൽ സൊല്യൂഷൻ വൈ ഓഫ് എക്സ് ഈക്വൽ ടു സീറോ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ജനറൽ ആയിട്ടുള്ള കാര്യം അറിഞ്ഞിരിക്കണം. കാരണം അവിടെ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് സീറോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് ഒന്നും കണ്ടുപിടിക്കാനൊന്നും പോകണ്ട. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ജനറലി ചെയ്തു വെച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സിന് പകരം ഒന്നുമില്ല, സീറോയും. അതേപോലെ നിങ്ങൾ ആ C1 C2 എന്ന് പറയുന്ന ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസിന്റെ ഡിറ്റർമിന്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് നോട്ട് ഈക്വൽ ടു സീറോ ആണ് വന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് പറയാം ഇതിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ചെയ്ത് ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് എല്ലാത്തിന്റെയും C1 C2 എല്ലാം സീറോ കിട്ടും എന്നൊന്നും കണ്ടുപിടിക്കാൻ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. സോ ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതി പോകത്തേ ഉള്ളൂ. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് സീറോയും ഡെൽറ്റ നോട്ട് ഈക്വൽ ടു സീറോ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ട്രിവിയൽ സൊല്യൂഷനേ ഉള്ളൂ. അത് ക്ലിയർ ആയോ? ഓക്കെ, ഇത് എവിടുന്നാണ് ഇത് കിട്ടിയത് എന്ന് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണിത്, ഇങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. സോ അതിവിടെ അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഓക്കെ ആണോ? മനസ്സിലാവുന്നില്ലേ പിള്ളേരെ? എന്തേലും പറഞ്ഞ് ഏ എന്താണ് നിങ്ങളുടെ പ്രശ്നം? എവിടെയാണ് മനസ്സിലാകാത്തത്? പറയൂ. മിണ്ടായിരുന്ന ഞാൻ എന്താ ലാസ്റ്റ് പറഞ്ഞത് കേട്ടില്ല. ഓക്കെ, അതായത് ഇവിടെ പറയുന്ന ഇത്രയും കാര്യമുള്ളൂ. നമ്മൾ ജനറലി നമ്മൾ പറഞ്ഞ എഫ് ഓഫ് എക്സ് സീറോ ആകുമ്പോൾ ഞാൻ എന്തായിരുന്നു നമ്മൾ ആദ്യം എഴുതി വെച്ചതില്ല, ഇവിടെ പറയുന്നതല്ല. നമ്മൾ ആദ്യം എഴുതി വെച്ചിരുന്നത് നമ്മൾ എന്തായിരുന്നു പറഞ്ഞു? എഫ് ഓഫ് എക്സ് സീറോയും അതേപോലെ ഡെൽറ്റ നോട്ട് ഈക്വൽ ടു സീറോ ആണെന്നുണ്ടെങ്കിൽ ആ കേസിൽ യുണീക് സൊല്യൂഷൻ കിട്ടും. എന്താണ്? വൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സീറോ. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ജനറൽ ഫോമിൽ. ഇന്ന് തുടക്കത്തിൽ ഞാൻ എല്ലാ കേസും പറഞ്ഞ. സോ ഇവിടെ ആ കേസ് പറയുന്നതേ ഉള്ളൂ. നമുക്ക് എഫ് ഓഫ് എക്സ് എന്താണെന്ന് തന്നിട്ടില്ല. സോ ക്വസ്റ്റ്യനിൽ നമ്മൾ എല്ലാ കേസും പറഞ്ഞു പോവാണ്. സോ എഫ് ഓഫ് എക്സ് സീറോയും അതേപോലെ ഡെൽറ്റ നോട്ട് ഈക്വൽ ടു സീറോ ആണെന്നുണ്ടെങ്കിൽ എന്താണ് യുണീക് സൊല്യൂഷൻ? എന്താണ് യുണീക് സൊല്യൂഷനെ കാണും. ദ ഓൺലി സൊല്യൂഷൻ ഇസ് ദ ട്രിവിയൽ സൊല്യൂഷൻ. ആ സൊല്യൂഷൻ എന്താണ്? വൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സീറോ. ഓക്കെ, നമ്മൾ ജനറൽ ഫോമിൽ എഴുതി വെച്ചതാണ്, അത് തന്നെ ഇവിടെയും പറയുന്നതാണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്, ഇനി അവിടെ ഈ കേസിൽ എഫ് ഓഫ് എക്സ് സീറോ ആകുമ്പോൾ ഡെൽറ്റ ഈക്വൽ ടു സീറോ വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് യുണീക് സൊല്യൂഷൻ ആണോ അത് ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ? ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സീറോയും ഡെൽറ്റ ഈക്വൽ ടു സീറോയും വന്നാൽ ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ ആണ് നമ്മൾ ജനറൽ ഫോമിൽ എഴുതി വെച്ചത്. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞു അവിടെ ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ തന്നെ വരണമെന്നില്ല, ചിലപ്പോൾ ഒരു നോ സൊല്യൂഷൻ കേസ് വരാം. അത് ഞാൻ പറയാം എങ്ങനെ വരും എന്നുള്ളത്. സോ ഇനി അതിനു മുന്നേ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂവും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഒക്കെ പറഞ്ഞായിരുന്നല്ലോ, ആദ്യം ഇവിടെ പറയാൻ പോവാണ്. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അഥവാ ഐഗൻ വാല്യൂ അഥവാ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞത്? ദോസ് വാല്യൂസ് ഫോർ ലാംഡ ഫോർ വിച്ച് ഡെൽറ്റ ഈക്വൽ ടു സീറോ. ഡെൽറ്റ ഈക്വൽ ടു സീറോ ആവുന്ന ലാംഡയുടെ വാല്യൂസിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് അഥവാ ഐഗൻ വാല്യൂസ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ഞാൻ ഡെൽറ്റ ഈക്വൽ ടു സീറോ കൊടുത്തപ്പോൾ എനിക്ക് ലാംഡയുടെ വാല്യൂസ് എന്താ കിട്ടിയത്? പ്ലസ് ഓർ മൈനസ് ടു. സോ പ്ലസ് ടു മൈനസ് ടു എന്ന് പറയുന്ന വാല്യൂസിനാണ് ഡെൽറ്റ സീറോ ആവുന്നത്. സോ ദോസ് വാല്യൂസ് ഓഫ് ലാംഡ ഫോർ വിച്ച് ഡെൽറ്റ ഈക്വൽ ടു സീറോ ആണ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ്. അങ്ങനെയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഏതാണ്? ലാംഡ ഈക്വൽ ടു ടു, ലാംഡ ഈക്വൽ ടു മൈനസ് ടു. സോ എന്ത് പറയാം നമുക്ക് ഇവിടെ? ദ നമ്പേഴ്സ് ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ടു ആർ ദി ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് അഥവാ ഐഗൻ നമ്പേഴ്സ് ഓഫ് ദി പ്രോബ്ലം. അത് ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത് ഞാനിവിടെ നമ്മളിപ്പം ലാംഡ ഈക്വൽ ടു ടു എടുക്കുന്ന കേസ്, ഇവിടെ നമ്മൾ ഡെൽറ്റ നോട്ട് ഈക്വൽ ടു സീറോ ആവുന്ന കേസല്ലേ പറഞ്ഞത്? ഡെൽറ്റ നോട്ട് ഈക്വൽ ടു സീറോ ആകുമ്പോൾ ലാംഡ നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ടു. ഇനി ഡെൽറ്റ ഈക്വൽ ടു സീറോ ആകുമ്പോൾ എന്ന് എപ്പോഴൊക്കെയായിരുന്നു? ലാംഡ ടു മൈനസ് ടു ആകുമ്പോൾ. സോ ആ ഓരോ കേസ് എടുത്ത് ഞാൻ ചെയ്യാൻ പോവാണ്. The numbers lambda equal to 2 plus or minus 2 are the characteristic numbers of the problem. Anyway, lambda equal to plus 2 ഞാൻ കൊടുക്കുകയാണ്. ലാംഡയുടെ വാല്യൂ 2 ആയിട്ട് എടുക്കുകയാണ്. ലാംഡയുടെ വാല്യൂ 2 ആകുമ്പോൾ ഡെൽറ്റ 0 ആണ്. ഓക്കെ, ലാംഡയുടെ വാല്യൂ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഇക്വേഷൻ 3ലും 4ലും. ഇക്വേഷൻ 3ഉം 4ഉം ആണ് നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. നിങ്ങൾ നോക്കുക, നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഇക്വേഷൻ 3ഉം ഇക്വേഷൻ നമ്പർ 4ഉം ആണ്. ഞാൻ ഡെൽറ്റ ഈക്വൽ ടു സീറോ എടുത്ത് ലാംഡയുടെ രണ്ട് വാല്യൂ കണ്ടുപിടിച്ചു. ലാംഡ 2 മൈനസ് 2 കിട്ടും. സോ ലാംഡ 2 വരുമ്പോൾ ഇക്വേഷൻ 3ഉം ഇക്വേഷൻ 4ഉം എന്ത് വരും? ഇവിടെ ജസ്റ്റ് ലാംഡയ്ക്ക് 2 കൊടുക്കുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ 3ഉം ഇക്വേഷൻ 4ഉം ഞാൻ എഴുതിയിരിക്കുകയാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി.
അത് ഇങ്ങനെയാണ് കിട്ടുക. ലാംഡയുടെ വാല്യൂ 2 കൊടുക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെയാവും. മൈനസ് C1 പ്ലസ് 3C2 ഈക്വൽ ടു റൈറ്റ് സൈഡിന് വ്യത്യാസമൊന്നുമില്ല, ഇന്റഗ്രൽ 0 to 1 f(x) dx. അതേപോലെ രണ്ടാമത്തെ ഇക്വേഷൻ നമ്പർ 4 നമുക്ക് കിട്ടുന്ന മൈനസ് C1 പ്ലസ് 3C2 ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 x into f(x) dx കിട്ടും ലാംഡയ്ക്ക് 2 കൊടുക്കുമ്പോൾ. ഓക്കെ, ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കുന്നു. അതേപോലെ ലാംഡ ഈക്വൽ ടു -2 കൊടുത്തിട്ട് ഇക്വേഷൻ 3 and 4 എഴുതുകയാണ്. സോ അതിന് എനിക്ക് എന്താ കിട്ടുക? 3C1 minus 3C2 is equal to integral 0 to 1 f(x) dx. C1 plus minus C2 is equal to integral 0 to 1 f(x) dx. ഇനി നോക്കുക, ഇക്വേഷൻ ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ 3C1 minus 3C2 അല്ലേ. സോ അതിനെ ഞാൻ ജസ്റ്റ് ഒരു 3 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യാണ്. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? C1 അടുത്ത സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത് C1 minus C2 is equal to 1/3 integral 0 to 1 f(x) dx എന്നാവും ഈ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ അതുപോലെ തന്നെ ഞാൻ എഴുതിയിരിക്കുകയാണ്. C1 minus C2 is equal to integral 0 to 1 x into f(x) dx. കാരണം ഇതൊരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കാരണം 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോക്കുക, രണ്ട് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് ഒരുപോലെയാവും. സോ ഇതിന് ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുക്കും. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇക്വേഷൻ നമ്പർ 5 ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസ് നോക്കുക, ഇതിന്റെ രണ്ടിന്റെയും LHS സെയിം അല്ലേ? ഓക്കെ, ഈ രണ്ട് ഇക്വേഷന്റെയും LHS സെയിം ആണ്. ലാംഡ ഈക്വൽ ടു 2. ലാംഡ ഈക്വൽ ടു 2 ആകുമ്പോൾ ഡെൽറ്റ 0 ആണ്. ഞാൻ പറഞ്ഞു ഡെൽറ്റ 0 ആകുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണ് എന്ന്. എന്നാൽ നിങ്ങൾ ഇവിടെ നോക്കുക, ഈ ഇക്വേഷൻ ലാംഡയ്ക്ക് ഒരു ഡെൽറ്റ 0 എന്ന ഒരു വാല്യൂ ലാംഡ ഈക്വൽ ടു 2 ആണ്. ലാംഡ ഈക്വൽ ടു 2 കൊടുത്തപ്പോൾ നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഈ രീതിയിലായി. രണ്ട് ഇക്വേഷന്റെയും ലെഫ്റ്റ് സൈഡ് സെയിം ആണ്, പക്ഷെ റൈറ്റ് സൈഡ് നോക്കുക ഡിഫറെന്റ് അല്ലേ? ഇന്റഗ്രൽ 0 to 1 f(x) dx ഉം ഇന്റഗ്രൽ 0 to 1 x into f(x) dx ഉം റൈറ്റ് സൈഡ് ഡിഫറെന്റ് ആണ്. അങ്ങനെ വരാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ രണ്ട് ഇക്വേഷനും ഇപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കില്ലേ? ഇപ്പൊ ഈ രണ്ട് ഇക്വേഷന്റെയും ഈ റൈറ്റ് സൈഡിൽ വരുന്ന ഇന്റഗ്രലിന്റെ വാല്യൂസ് ഡിഫറെന്റ് ആണെങ്കിൽ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ലേ? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഈ രണ്ട് ഇക്വേഷന്റെയും റൈറ്റ് സൈഡിലെ ഈ f(x) നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ ഇന്റഗ്രലിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ രണ്ടും ഡിഫറെന്റ് വാല്യൂസ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ നോ സൊല്യൂഷൻ ആയിരിക്കില്ലേ? കാരണം എന്താ? രണ്ടിന്റെയും ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. സോ റൈറ്റ് സൈഡും സെയിം ആയേ പറ്റൂ. ഇനി സെയിം അല്ല, ഡിഫറെന്റ് വാല്യൂസ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എഴുതി ഈ സിസ്റ്റം 5ക്ക് നോ സൊല്യൂഷൻ ആയിരിക്കില്ലേ? ആണോ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ a plus b is equal to 2, അതേപോലെ a plus b is equal to 3, അങ്ങനെ രണ്ട് ഇക്വേഷൻ പോസിബിൾ ആവുമോ? അങ്ങനെയാണെങ്കിൽ 2 equal to 3 ആവില്ലേ? അത് പോസിബിൾ ആണോ? അല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഫസ്റ്റ് ഇക്വേഷൻ -C1 plus 3C2 ഈ ഇന്റഗ്രൽ f(x) നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഒരു 2ഉം അടുത്ത ഇക്വേഷനിൽ ഇന്റഗ്രൽ 0 to 1 x into f(x) dx ചെയ്യുമ്പോൾ ഒരു 3ഉം ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെ ആണെങ്കിൽ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ ഇല്ലെന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരിക്കലും ഇത് ഈക്വൽ ടു 2ഉം ഇത് ഈക്വൽ ടു 3ഉം ആകാൻ പറ്റില്ല. കാരണം എന്താണ്? അതിന്റെ വാല്യൂ ഒന്നെങ്കിൽ 2 ആയേ പറ്റൂ, അല്ലെങ്കിൽ 3 ആയേ പറ്റൂ. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ലാംഡ ഈക്വൽ ടു 2 ആകുമ്പോൾ ഡെൽറ്റ 0 ആണ്. സോ ഇവിടെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമുക്ക് f(x) 0 ആണെന്നൊന്നും ഞാനിപ്പോ പറയുന്നില്ല. സോ ഇവിടെ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ 5ക്ക് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഇതിന്റെ രണ്ടിന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയേ പറ്റൂ. അതേപോലെ ഇക്വേഷൻ 6ന് നോക്കുക, ഈ സെറ്റ് ഓഫ് ലാംഡ ഈക്വൽ ടു -2 കൊടുക്കുന്നതാണ് കിട്ടുന്ന ആ രണ്ട് ഇക്വേഷൻസ് ആണ് ഇവിടെ. രണ്ടിന്റെയും ലെഫ്റ്റ് സൈഡ് C1 minus C2 തന്നെയാണ്, എന്നാൽ റൈറ്റ് സൈഡ് രണ്ടിനും ഡിഫറെന്റ് ആണ്. സോ ഈ സിസ്റ്റം 6ന് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ടിന്റെയും എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയേ പറ്റൂ, അല്ലെങ്കിൽ അതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. സോ അതാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇക്വേഷൻ 5 ആർ ഇൻകോമ്പാറ്റിബിൾ. ഇൻകോമ്പാറ്റിബിൾ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇൻകോമ്പാറ്റിബിൾ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുക അവിടെ നോ സൊല്യൂഷൻ എന്നാണ്. ഇൻകോമ്പാറ്റിബിൾ എന്ന് പറയാൻ കാരണം എന്താണ്? ഇക്വേഷൻ 5 ഇൻകോമ്പാറ്റിബിൾ ആവുക എപ്പോഴാണ്? ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ. സോ അതാണ് പറയുന്നത്. ഇക്വേഷൻ ഇൻകോമ്പാറ്റിബിൾ മീൻസ് നോ സൊല്യൂഷൻ ആ സിസ്റ്റത്തിന് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഇക്വേഷൻ 5 നിങ്ങൾ ആ വേർഡുമായിട്ട് ഒരു പരിചയം വേണം കേട്ടോ. നോ സൊല്യൂഷൻ എന്നാണ് ഇൻകോമ്പാറ്റിബിൾ. ഓക്കെ, അത് യൂസ് ചെയ്ത് തന്നെ പോകണം നമ്മൾ, എന്നാലേ നമുക്ക് അതുമായിട്ടൊരു ഇത് വരും. ഇക്വേഷൻ 5 ആർ ഇൻകോമ്പാറ്റിബിൾ അൺലെസ്, എപ്പോഴാണ്? അൺലെസ് ഇന്റഗ്രൽ 0 to 1 f(x) dx is equal to integral 0 to 1 x into f(x) dx. നോ സൊല്യൂഷൻ ആയിരിക്കും. എന്താണ്? അൺലെസ് ഇതിന്റെ രണ്ടിന്റെ റൈറ്റ് സൈഡ് ഈക്വൽ അല്ലെങ്കിൽ നോ സൊല്യൂഷൻ ആണ്. ഈക്വൽ ആണെങ്കിൽ അവിടെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും.
ഈക്വൽ ആണെങ്കിൽ ഇൻഫിനിറ്റ് ലിമിറ്റ് സൊല്യൂഷൻ വരും. അതാണ് ഞാൻ പറയുന്ന കേസ്. ഇവിടെ ഡെൽറ്റ 0 ആണ് ലാംഡ ഈക്വൽ ടു 2 ആകുമ്പോൾ. എന്നാൽ ഇക്വേഷൻ 5ന്റെ ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസിന്റെ റൈറ്റ് സൈഡ് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇൻഫിനിറ്റ് ലിമിറ്റ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. നമുക്ക് അവിടെ C1ഉം C2ഉം ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. ഇത് രണ്ടും ഒറ്റ ഇക്വേഷനായി മാറും. സോ അവിടെ ഈ ഇൻഫിനിറ്റ് ലിമിറ്റ് സൊല്യൂഷൻ വരും. എന്നാൽ ഈ ഇക്വേഷൻ 5ന്റെ ഇക്വേഷൻസിന്റെ രണ്ട് റൈറ്റ് സൈഡ് രണ്ടും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നോ സൊല്യൂഷൻ കേസ് വരും. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. ഡെൽറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ പോലും അവിടെ ഈ രണ്ട് കേസും വരാം. ഇൻഫിനിറ്റ് ലിമിറ്റ് സൊല്യൂഷനും നോ സൊല്യൂഷനും വരാം ആ സിസ്റ്റത്തിന്. ഓക്കെ, so അതാണ് ഇവിടെ പറയുന്നത്. ഇക്വേഷൻ 5 are incompatible. That means no solution unless integral 0 to 1 f of x dx is equal to integral 0 to 1 x into f of x dx. ഇത് രണ്ട് ഇന്റഗ്രലിന്റെയും റൈറ്റ് സൈഡ് ആണ്. റൈറ്റ് സൈഡ് ഈക്വൽ അല്ല എങ്കിൽ, അൺലെസ് പറയുന്നതാണ്, ഈക്വൽ അല്ല എങ്കിൽ നോ സൊല്യൂഷൻ ആണ്. ഈക്വൽ ആണെങ്കിൽ ഇൻഫിനിറ്റ് ലിമിറ്റ് സൊല്യൂഷൻ വരും. ഓർ ഇവിടെ അൺലെസ് നമ്മൾ ഈ എഴുതിയ കണ്ടീഷനെ തന്നെ ഓർ ഈ കണ്ടീഷൻ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഈ ഇന്റഗ്രലിനെ കൂടെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാമല്ലോ. കൊണ്ടുവന്നിട്ട് എഫ് ഓഫ് എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇന്റഗ്രൽ 0 to 1 1 minus x into f of x dx. ഈ കണ്ടീഷനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെയും പറയാം. സോ അതിന് ഞാൻ 7 എന്ന് കൊടുക്കുക. ഇക്വേഷൻ 5 ഹാസ് നോ സൊല്യൂഷൻ അൺലെസ് ഈ ഇക്വേഷൻ 7 സാറ്റിസ്ഫൈ ആണ്. ക്ലിയർ ആണോ ഇപ്പൊ പറഞ്ഞത്? എവിടെയാ മനസ്സിലാത്തത്? ഓക്കെ, അതേപോലെ സിമിലർലി എനിക്ക് എന്ത് പറയാം? ഇക്വേഷൻ 6 ഈസ് ഇൻകോമ്പാക്റ്റബിൾ അൺലെസ് ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. 1/3 ഇന്റഗ്രൽ 0 to 1 f of x dx is equal to integral 0 to 1 x into f of x dx. അതാണ് നെക്സ്റ്റ് പറയുന്നത്. സിമിലർലി ഇക്വേഷൻ 6 are incompatible means no solution unless ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഈക്വൽ ഇത് രണ്ട് അതാണ് പറയുന്നത്. അൺലെസ് ഇൻകോമ്പാക്ട് എപ്പോഴാണ്? വെൻ ദിസ് ഇസ് നോട്ട് ഈക്വൽ. അതുകൊണ്ടാണ് അൺലെസ് വെച്ച് പറയുന്നത്. സിമിലർലി ഇക്വേഷൻ 6 ആർ കോമ്പാക്റ്റബിൾ അല്ല കേട്ടോ, ഇവിടെ ഇൻകോമ്പാക്റ്റബിൾ ആണ്. നിങ്ങൾ അത് തിരുത്തിക്കോണം. ഞാൻ ഇവിടെ കോമ്പാക്റ്റബിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഇൻകോമ്പാക്റ്റബിൾ ആണ്. ഓക്കെ, ഇത് നോട്ട് ചെയ്തോണം. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഇത് ഇൻകോമ്പാക്റ്റബിൾ ആക്കിക്കോണം. So similarly equation 6 are incompatible unless 1/3 integral 0 to 1 f of x dx is equal to integral 0 to 1 x into f of x dx. ഇതിനെ തന്നെ ഞാൻ ഇതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ ഓർ ഈ കണ്ടീഷൻ എനിക്ക് അങ്ങനെ എഴുതാം. ഇന്റഗ്രൽ 0 to 1 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് എഫ് ഓഫ് എക്സ് കോമൺ എടുത്താൽ 1/3 മൈനസ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരും, ഈക്വൽ ടു 0. ഇനി ഒരു രീതിയിലും കൂടി ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ എനിക്ക് എങ്ങനെ എഴുതാം? ഈ 3 വെച്ച് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 1 മൈനസ് 3x/3 എന്ന് കിട്ടും. ആ ബൈ 3 എനിക്ക് ഇന്റഗ്രലിന്റെ ഔട്ട് സൈഡ് എടുക്കാം. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പുറത്ത് 0 ആയില്ലേ, അത് 0 ആയിപ്പോ. സോ ഈ കണ്ടീഷൻ തന്നെ എനിക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 0 to 1 മൈനസ് 3x ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0. സോ ഈ കണ്ടീഷൻ ആയിട്ട് ഇങ്ങനെ പറയാം. രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒരു രീതി പറയാം. ഓക്കെ, ക്ലിയർ ആണ് ഇത്രയും? ഇനി നെക്സ്റ്റ് പറയുന്നത് നോക്കുക. ഈ 7 and 8 ആർ സാറ്റിസ്ഫൈഡ്. 7ഉം 8ഉം എന്താണ്? ഈ പറയുന്ന കണ്ടീഷൻ. ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ, ഈ പറയുന്ന കണ്ടീഷൻ മീൻസ് എന്താണ്? രണ്ട് ഇക്വേഷന്റെയും റൈറ്റ് സൈഡ് ഈക്വൽ മീൻസ് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? അവിടെ പ്രശ്നമൊന്നുമില്ല, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വരും. ഓക്കെ, അതാണ് പറയുന്നത് നെക്സ്റ്റ്. If 7 and 8 are satisfied, then the equations 5 and 6 are compatible. 7ഉം 8ഉം സാറ്റിസ്ഫൈ ചെയ്താൽ ഇക്വേഷൻ 5ഉം 6ഉം കോമ്പാക്റ്റബിൾ ആണ്. ഏതാണ് 5ഉം 6ഉം? 5ഉം 6ഉം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എഴുതിയ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഓക്കെ, ഇക്വേഷൻ 7 സാറ്റിസ്ഫൈ ചെയ്താൽ 5 കോമ്പാക്റ്റബിൾ ആവും. അതായത് അവിടെ പ്രശ്നമൊന്നുമില്ല, അവിടെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വരും. അതേപോലെ ഇക്വേഷൻ 8 സാറ്റിസ്ഫൈ ചെയ്താൽ സിസ്റ്റം 6 എന്താവും? കോമ്പാക്റ്റബിൾ ആവും. അവിടെ പ്രശ്നമൊന്നുമില്ല, രണ്ടിന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. അവിടെയും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വരും. അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. If 7 and 8 are satisfied, then the equations 5 and 6 are compatible എന്നാണ് കേട്ടോ അവിടെ പറയുന്നത്. ഇൻകോമ്പാറ്റിബിൾ അല്ല, ഇവിടെ കോമ്പാറ്റിബിൾ തന്നെയാണ്. പ്രശ്നമൊന്നും ഇല്ല എന്നാണ് കോമ്പാറ്റിബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. And in this case, infinitely many solution exist. Infinitely many solution exist ചെയ്താൽ നമ്മൾ അതിനെ എന്താ വിളിക്കുക? Redundant എന്ന വാക്കാണ്. സോ അതാണ് ഇവിടെ that is redundant എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു വെച്ച കാര്യം എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് 0യും അതേപോലെ ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ യുണീക് സൊല്യൂഷൻ ആണ് y of x is equal to 0 എന്ന് പറഞ്ഞു.
ഇനി അടുത്ത എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോയും ഡെൽറ്റ ഈക്വൽ ടു സീറോ ആയാൽ എന്ത് സംഭവിക്കുമെന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഞാൻ എഫ് ഓഫ് എക്സ് സീറോ അല്ല ജനറലി ഇട്ടിട്ട് ഡെൽറ്റ സീറോ ആയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു. ഡെൽറ്റ സീറോ ആകുമ്പോൾ ലാംഡ ഈക്വൽ ടു 2ഉം ലാംഡ ഈക്വൽ ടു -2ഉം രണ്ട് വാല്യൂസ് വരും. അതിന്റെ രണ്ടിന്റെയും കേസിൽ 7ഉം 8ഉം സാറ്റിസ്ഫൈ ചെയ്താൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വരും, അല്ലെങ്കിൽ നോ സൊല്യൂഷൻ വരും എന്നുള്ളത്. ഇനി അതും കൂടെ കമ്പൈൻ ചെയ്താണ് പറയുന്നത്. എഫ് ഓഫ് എക്സ് സീറോ ആവുന്നതും കൂടി എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഇത് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എഫ് ഓഫ് എക്സ് സീറോ ആയിട്ടൊന്നുമല്ല, ജനറലി എഫ് ഓഫ് എക്സ് ഇട്ടാണ് എന്ത് സംഭവിക്കുമെന്ന് നോക്കിയത്. ഈ ലാംഡ ഈക്വൽ ടു 2ഉം -2ഉം ഡെൽറ്റ സീറോ ആവുന്ന വാല്യൂസിന്. ഇനി അവിടെ എഫ് ഓഫ് എക്സ് സീറോ ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ആൻഡ് ലാംഡ ഈക്വൽ ടു 2 വരുമ്പോൾ, ലാംഡ ഈക്വൽ ടു 2 വന്നാൽ ഡെൽറ്റ സീറോ ആണ് ആ വാല്യൂ. ഓക്കെ, then equation 7 also satisfies. അതേപോലെ equation 7 ഉം സാറ്റിസ്ഫൈ ചെയ്യാം. equation 7 സാറ്റിസ്ഫൈ ചെയ്താൽ എന്ത് കിട്ടും? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറഞ്ഞില്ലേ. Okay, equation 7 also satisfies. Then both equations in 5 gives. അങ്ങനാണെങ്കിൽ ഈ 5 നോക്കുക, equation 7 സാറ്റിസ്ഫൈ ചെയ്യാൻ മീൻസ് എന്താണ്? 7ൽ പറയുന്ന ഈ രണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടും ഈക്വൽ ആണെന്നല്ലേ. സോ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഇക്വേഷനും സെയിം ആയിട്ട് മാറും. സോ എനിക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്തിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാം, C1ഉം C2ഉം. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇക്വേഷൻ 5 എടുക്കുകയാണ്. 5ലെ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുകയാണ്. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഞാൻ C1 എഴുതി കഴിഞ്ഞാൽ C1 എനിക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? C1 is equal to C1 is equal to C1 നെ അപ്പുറത്തേക്ക് പോയാൽ മതി. 3C2 minus integral 0 to 1 f of x dx എഴുതാം. സോ അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം കൂടി, ഇവിടെ -C1 plus 3C2 equal to 0 എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഞാൻ ഇവിടെ എന്താണ് എഫ് ഓഫ് എക്സ് 0 ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്, എഫ് ഓഫ് എക്സും 0 ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. എഫ് ഓഫ് എക്സും കൂടെ 0 ആയിട്ട് എടുത്ത ഇക്വേഷൻ 5 എന്ത് വരും? എഫ് ഓഫ് എക്സ് 0 ആയിട്ട് എടുത്ത ഇക്വേഷൻ 5യുടെ രണ്ട് സൈഡും സെയിം തന്നെ വരും. എഫ് ഓഫ് എക്സ് 0 ഇല്ലേ, സോ ഇത് രണ്ടും 0 ആയി പോകും. ഇക്വേഷൻ 7ഉം സാറ്റിസ്ഫൈ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഈ രണ്ടും സെയിം ഇക്വേഷൻ ആയി മാറും. എന്താണ്? -C1 plus 3C2 equal to 0. സോ അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. നോക്കുക, -C1 plus 3C2 equal to 0. സോ ഇതിൽ നിന്ന് C1 equal to 3C2 എന്ന് എനിക്ക് എഴുതാം. സോ C1 equal to 3C2 എന്ന് കിട്ടി. ഇനി നമ്മൾ സൊല്യൂഷനിലേക്ക് പോവാണ്. സൊല്യൂഷൻ then from 2 എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ ആ സൊല്യൂഷൻ എഴുതി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ നോക്കുക, ഇതായിരുന്നു ഇക്വേഷൻ നമ്പർ 2. ഇവിടെ എഫ് ഓഫ് എക്സിന് 0, അതേപോലെ ലാംഡയ്ക്ക് ഏത് വാല്യൂ കൊടുക്കാനാണ് പറഞ്ഞത്? 2. അതേപോലെ C1ന് 3C2. ഇത് ഈ ഇക്വേഷനിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ C1ന് 3C2 കൊടുക്കുമ്പോൾ ഇത് മുഴുവൻ എന്തിലേക്ക് മാറും? C2ലേക്ക് മാറും. അതേപോലെ ഈ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് അവിടെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ് നോക്കുക, 0 plus lambda into 3C2. C1ന് പകരം 3C2 കൊടുത്തു, മൈനസ് 3 lambda C2x. അടുത്ത ടേം അതുപോലെ തന്നെ എഴുതുന്നു. ഇനി ലാംഡയുടെ വാല്യൂ നമ്മളിപ്പോൾ എടുത്തത് എന്താണ്? ഡെൽറ്റ ഈക്വൽ ടു 0 എന്ന കേസ് ലാംഡയ്ക്ക് ആദ്യം 2 എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുത്തത്. സോ അതുകൊണ്ട് തന്നെ ലാംഡയ്ക്ക് 2 കൂടെ നെക്സ്റ്റ് സ്റ്റെപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൊത്തം C2 ലാവും. 6C2 minus 6C2x. 6C2 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ into 1 minus x എന്ന് വരും. 6C2ന് പകരം a എന്ന് കൊടുക്കുന്നു. സം അനദർ കോൺസ്റ്റന്റ് ജനറലി കൊടുക്കുകയാണ് C1 C2 നൊക്കെ പകരം. സോ 6C2ന് വരെ a എന്ന് കൊടുക്കുന്നു. സോ a into capital A into 1 minus x എന്ന് കിട്ടും. സോ ഇവിടെ when lambda equal to 2 ആകുമ്പോൾ സൊല്യൂഷൻ ആണ്. where capital A is equal to 6C2 is an arbitrary constant. സോ ഇതാണ് ആ കേസിലെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കിട്ടുക. അതായത് എഫ് ഓഫ് എക്സ് 0, ഡെൽറ്റയുടെ വാല്യൂ 0, അതായത് ഡെൽറ്റയുടെ വാല്യൂ 0 കൂടാതെ അവിടെ ലാംഡയുടെ വാല്യൂ 2 ആണ്. സോ ആ കേസിൽ നമ്മുടെ ജനറൽ സൊല്യൂഷൻ ആണ് ക്യാപിറ്റൽ A into 1 minus x എന്ന് കിട്ടുക. ഇത് ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇത് എവിടെയാണ് മനസ്സിലാകാത്തതെന്ന് പറ. ഇത് വെറുതെ പറയുന്നതാണോ? ബാക്കി ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ, ആരോ ഒരാളാണല്ലോ പറയുന്നത്, അതേ ഞാൻ ചോദിച്ചത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും മനസ്സിലാകാതെ വരുവാണെങ്കിൽ നിങ്ങൾ അതിനോട് പറയുക. ഓക്കെ, സോ അങ്ങനെ നമുക്ക് സൊല്യൂഷൻ കിട്ടി, a into 1 minus x ആണ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ലാംഡ ഈക്വൽ ടു 2 ആകുമ്പോൾ ഉള്ള സൊല്യൂഷൻ അല്ലേ ഇവിടെ കിട്ടിയത്. സോ ലാംഡ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഒരു ഐഗൺ വാല്യൂ ആണ്. സോ അതിന്റെ കറസ്പോണ്ടിങ് ഐഗൺ ഫംഗ്ഷൻ ഏതാന്ന് ചോദിച്ചാൽ ഐഗൺ ഫംഗ്ഷൻ എങ്ങനെയാണെന്നായിരുന്നു പറഞ്ഞത്? നോൺ ട്രിവിയൽ സൊല്യൂഷൻ
ആണ്. അതായത് കറസ്പോണ്ടിങ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഓഫ് ദി ഇന്റഗ്രൽ ഇക്വേഷൻ ആണ് ഐഗൻ ഫംഗ്ഷൻ ആയിട്ട് വരിക. സോ ലാംഡ ഈക്വൽ ടു 2ന്റെ കറസ്പോണ്ടിങ് ഇന്റഗ്രൽ ഇക്വേഷൻ സൊല്യൂഷൻ ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത്. സോ ഐഗൻ ഫംഗ്ഷൻ ഇതിൽ ഏതാന്ന് ചോദിച്ചാൽ 1 മൈനസ് എക്സ് ആണ്. ഈ കോൺസ്റ്റന്റ് അങ്ങോട്ട് മാറ്റുക, അതിന്റെ കൂടെ വരുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് ഐഗൻ ഫംഗ്ഷൻ. സോ ലാംഡ ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ ഫംഗ്ഷൻ ഏതാന്ന് ചോദിച്ചാൽ 1 മൈനസ് എക്സ് ആണ്. അതാണ് നെക്സ്റ്റ് പറയുന്നത്. Thus the function 1 minus x or any non-zero multiple of that function 1 minus x അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് അല്ലേ. സോ അതിന്റെ ഈ 1 മൈനസ് എക്സിന്റെ ഏതൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിളും ഐഗൻ ഫംഗ്ഷൻ ആവും. ഓക്കെ. സോ ഒരു ലാംഡ ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഐഗൻ ഫംഗ്ഷൻ അല്ല, ഇൻഫിനിറ്റ്ലി മെനി ഐഗൻ ഫംഗ്ഷൻസ് എക്സിസ്റ്റ് ചെയ്യും. 1 മൈനസ് എക്സ്, 2 ഇൻറ്റു 1 മൈനസ് എക്സ്, 3 ഇൻറ്റു 1 മൈനസ് എക്സ്, ഏത് കോൺസ്റ്റന്റ് വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നോ ഒരു ഐഗൻ ഫംഗ്ഷൻ ആണ്. So that is the characteristic function corresponding to the characteristic number lambda is equal to plus 2. Okay. So ഇപ്പോൾ നമ്മൾ പറഞ്ഞ കേസ് f of x 0 വരുന്നോ lambda equal to 2 എടുക്കുമ്പോഴാണ്. ഇനി അതേപോലെ f of x 0യും lambda equal to minus 2 എടുക്കുന്ന കേസാണ് നെക്സ്റ്റ് പറയുന്നത്. സിമിലർലി ആണ്. ഓക്കെ. നോക്കുക, f of x equal to 0, lambda equal to minus 2. Lambda equal to minus 2 ആകുമ്പോഴും delta 0 ആണ്. And equation 8 also satisfies. Equation 8 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ എഴുതിയ രണ്ട് കണ്ടീഷൻസ്, അതായത് ഈ 1/3 ആ കണ്ടീഷൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇക്വേഷൻ 6ന്റെ ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. ഈ രണ്ട് സൈഡും അല്ലെങ്കിൽ തന്നെ f of x 0 ആകുമ്പോഴും ഈ രണ്ട് സൈഡും ഈക്വൽ ആവും. സോ c1 മൈനസ് c2 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒറ്റ ഇക്വേഷൻ ആയി മാറും. സോ c1 ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും? ഇത് സോൾവ് ചെയ്യുമ്പോൾ c2 എന്ന് കിട്ടും. സോ അതാണ് നെക്സ്റ്റ് പറയുന്നത്. സോ അവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും? c1 മൈനസ് c2 ഈക്വൽ ടു 0. സോ c1 ഈക്വൽ ടു c2 എന്ന് കിട്ടും. ഇനി ഇക്വേഷൻ നമ്പർ 2 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. c1 പകരം c2 കൊടുക്കുന്നു. സോ മൊത്തം c2 ലേക്ക് മാറും. f of x 0 ആണ്. സോ നേരത്തെ പോലെ നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ ഇക്വേഷൻ നമ്പർ 2 എടുത്തിട്ട് f of x ന് 0, ലാംഡയ്ക്ക് ഇവിടെ മൈനസ് 2 കൊടുക്കുന്നു, c1 പകരം c2 കൊടുക്കുന്നു. സോ മൊത്തം ഇത് c2 ലേക്കായി മാറും. അതേപോലെ തന്നെ ഇവിടെ f of x ന് 0, ലാംഡയ്ക്ക് മൈനസ് 2, c1 പകരം എന്ത് കൊടുക്കുന്നു? c1 പകരം c2 ആയി. സോ ഞാൻ ഇവിടെ c2 പകരം c1, മൊത്തം c1 ലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ഓക്കെ. സോ അത് കൊടുത്തു. എന്താണ് ഇവിടെ കോമൺ ആയിട്ട് -2c1 കോമൺ എടുത്താൽ -2c1 ഇൻറ്റു 1 മൈനസ് 3x എന്ന് കിട്ടും. -2c1നെ ഞാൻ ഒരു ക്യാപിറ്റൽ ലെറ്റർ b വെച്ച് ഡിനോട്ട് ചെയ്യാം. സോ b ഇൻറ്റു 1 മൈനസ് 3x എന്ന് കിട്ടും. when lambda equal to -2. സോ ഇവിടെ നോക്കുക, where b equal to -2c1 is an arbitrary constant. സോ ഇവിടെ നേരത്തെ പോലെ തന്നെ സൊല്യൂഷൻ എന്താണ് കിട്ടിയത്? b ഇൻറ്റു 1 മൈനസ് 3x. സോ ലാംഡ ഈക്വൽ ടു -2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് ഇവിടെ കിട്ടിയത്. സോ അതുകൊണ്ട് തന്നെ ഈ 1 മൈനസ് 3x ആണ് ഇവിടുത്തെ എന്ത്? ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അഥവാ ഐഗൻ ഫംഗ്ഷൻ. സോ thus 1 minus 3x is the characteristic function corresponding to lambda is equal to -2. Okay. അത് നേരത്തെ പറഞ്ഞ അതേ കേസ് തന്നെ. ഇനി f of x നോൺ സീറോ ആവുന്ന കേസാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇതും കൂടെ പറഞ്ഞ് നിർത്താം. അതായത് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നേ ഉള്ളൂ ഇവിടെ. സോ നോക്കുക, f of x നോൺ സീറോ, ഇവിടെ നമ്മൾ f of x 0 എന്ന കേസാണ് പറഞ്ഞത്. ഇനി f of x നോൺ സീറോ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? a unique solution exists when delta not equal to 0. സോ ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കേസ് ലാംഡ നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 ആണ്. അതാണ് പറയുന്നത് f of x നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ യുണീക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും when ലാംഡ നോട്ട് ഈക്വൽ ടു, അതായത് നോൺ ഹോമോജനസ് കേസ് ആണ്. ആ സിസ്റ്റം ഓഫ് ഇക്വേഷന് നിങ്ങൾ എഴുതുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ റൈറ്റ് സൈഡിലെല്ലാം 0 ആയിരിക്കില്ല. സോ ആ കേസിൽ യുണീക് സൊല്യൂഷൻ എക്സിസ്റ്റ് when ഡെൽറ്റ നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2. ഇനി അവിടെ ഡെൽറ്റ ഈക്വൽ ടു ലാംഡ ഈക്വൽ ടു 2 അല്ലെങ്കിൽ ലാംഡ ഈക്വൽ ടു -2 ആകുമ്പോൾ ഡെൽറ്റ ഈക്വൽ ടു 0 ആണ്. ആ കേസിൽ എന്താണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. സോ ലാംഡ ഈക്വൽ ടു 2 ആകുമ്പോൾ ഇക്വേഷൻ 7 ഷോസ് ദാറ്റ് നോ സൊല്യൂഷൻ എക്സിസ്റ്റ് അൺലെസ് f of x is orthogonal to 1 minus x. ഇനി ലാംഡ ഈക്വൽ ടു 2 ആകുമ്പോൾ ഉള്ള കേസാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ ലാംഡ ഈക്വൽ ടു 2. ലാംഡ ഈക്വൽ ടു 2 വരുന്ന കേസാണ് നിങ്ങൾ ഇക്വേഷൻ നമ്പർ 5ൽ എഴുതിയത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇക്വേഷൻ നമ്പർ 5ക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ കണ്ടീഷൻ 7 സാറ്റിസ്ഫൈ ആണ്. 7 സാറ്റിസ്ഫൈ ചെയ്യുക മീൻസ് എന്താണ്? ഇന്റഗ്രൽ 0 to 1 into 1 minus x into f of x dx equal to 0. ദാറ്റ് മീൻസ് ഈ ഇന്റഗ്രലിന്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ ഇത് എന്തിന്റെ പ്രോഡക്റ്റ് ആണ്? 1 minus x ഉം f of x ന്റെയും പ്രോഡക്റ്റ് ഇന്റഗ്രൽ 0 to 1 ചെയ്തിരിക്കണം. അതായത് f of x is orthogonal to the function 1 minus x എന്നുള്ളതാണ് ഈ ഇന്റഗ്രലിന്റെ വാല്യൂ 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. f of x ഉം ഒരു ഫംഗ്ഷനും നമ്മൾ പ്രോഡക്റ്റ് എടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാണ് ഫ്രം 0 to 1. അതിന്റെ വാല്യൂ 0 മീൻസ് ഇതാണ്, f of x is orthogonal to this function 1 minus x. സോ അങ്ങനെ ആണെങ്കിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യൂ? ഇക്വേഷൻ നമ്പർ 7 അല്ല 6ന് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി അതാണ് ഇവിടെ പറയുന്നത്. ലാംഡ ഈക്വൽ ടു 2 ആകുമ്പോൾ ഇക്വേഷൻ 7 ഷോസ് ദാറ്റ് നോ സൊല്യൂഷൻ എക്സിസ്റ്റ്
unless f of x is orthogonal to 1 minus x. So equation 7 പറയുന്ന ആ ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആയാലേ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നല്ലേ. സോ അതാണ് ഇവിടെ പറയുന്നത് unless f of x 1 minus x ആയിട്ട് ഓർത്തോഗണൽ അല്ല എന്നുണ്ടെങ്കിൽ നോ സൊല്യൂഷൻ ആയിരിക്കും വരിക. ഓക്കെ, that is unless എനിക്ക് എന്തും പറയാം, that is unless f of x is orthogonal to the characteristic function corresponding to lambda equal to 2. ഈ 1 minus x എന്ന് പറയുന്നത് lambda equal to 2 ന് corresponding ആയിട്ടുള്ള characteristic function ആണ്. സോ ഇതിനെ ഈ രീതിയിലും പറയാം. ഓക്കെ, if f satisfies this restriction, ഇനി ഓർത്തോഗണൽ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നോ സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു. ഇനി f of x is orthogonal to 1 minus x ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കിട്ടും, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഇക്വേഷൻ 7 സാറ്റിസ്ഫൈ ചെയ്യും. സോ ആ കേസിൽ എന്ത് വരും, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. if f satisfies this restriction, equations 5 are equivalent. ഇക്വേഷൻ 5 are equivalent എന്ന് പറയാൻ കാരണം എന്താണ്, 7 സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, 7 സാറ്റിസ്ഫൈ ചെയ്യാൻ മീൻസ് ഈ രണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. അങ്ങനെ ആണെങ്കിൽ എന്ത് വരും, ഇവിടെ ഈ രണ്ട് ഇക്വേഷൻസും സെയിം ആയിട്ട് മാറും. സോ എനിക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്തിട്ട് സോൾവ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ എഫ് ഓഫ് എക്സ് 0 ആയ കേസിൽ ചെയ്ത പോലെ. പക്ഷെ ഇവിടെ എഫ് ഓഫ് എക്സ് 0 അല്ല, അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഇന്റഗ്രൽ എടുത്താൽ മതി. സോ ഇന്റഗ്രൽ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുകയാണ്, ഇക്വേഷൻ നമ്പർ 5. അതെടുക്കുമ്പോൾ ഈ റൈറ്റ് സൈഡ് 0 ആവില്ല, ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് തന്നെ എഴുതും. അത്രേ ഉള്ളൂ വ്യത്യാസം നേരത്തെ ചെയ്തതുമായിട്ട്. ഇവിടെ നിങ്ങൾ നോക്കാം, -c1 + 3c2 = 0 എന്ന് കിട്ടി. ഇവിടെ ഈക്വൽ ടു 0 അല്ല, ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് അവിടെ വരിക. സോ ഇവിടെ എടുത്തിരിക്കുന്നത് നോക്കുക, c1 = 3c2 c1 - 3c2 എന്നായിരുന്നു, അല്ലെങ്കിൽ -c1 + 3c2 എന്നായിരുന്നു. സോ അതിനെ മാറ്റിയാണ് c1 = 3c2 - ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് എഴുതി. ഇനി ഇക്വേഷൻ നമ്പർ 2 കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ലാംഡയുടെ വാല്യൂ 2 ആയിട്ട് കൊടുത്തിട്ട്, സോ y of x is equal to ഇവിടെ f of x അതുപോലെ തന്നെ വരും, 0 വരില്ല, പ്ലസ് ലാംഡ ഇൻറ്റു c1 ന് പകരം നമ്മളിപ്പോൾ എഴുതി വെച്ചത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ, -3 ലാംഡ c2 of x. എന്നിട്ട് ഇവിടെ ലാംഡയുടെ വാല്യൂ അടുത്ത സ്റ്റെപ്പിൽ 2 കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. സോ f of x മൈനസ് ഈ ഇന്റഗ്രൽ വരുന്ന ടേം അടുത്ത് എഴുതാണ്, 2 × ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ്. അടുത്ത ടേമിൽ 6e2 രണ്ടിടത്തുണ്ട്, അത് കോമൺ എടുത്താൽ 6e2 × 1 - x എന്ന് എഴുതും. ആ 6e2 ന് പകരം ക്യാപിറ്റൽ എ എന്ന് കൊടുക്കുക. സോ ഇതാണ് ആ കേസിൽ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ലാംഡ ഈക്വൽ ടു 2 വരുമ്പോൾ ഉള്ള സൊല്യൂഷൻ. where a = 6e2 is an arbitrary constant. ഇവിടെ നോക്കുക, ഇതിനകത്ത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വരും കേട്ടോ. എന്താണ് കാരണം, ഈ എക്ക് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ സൊല്യൂഷൻ ആണ് കിട്ടുക. ഓക്കെ, എഫ് ഓഫ് എക്സ് 0 ആയിരുന്ന കേസിൽ നിങ്ങൾക്ക് ഇതിന് കറസ്പോണ്ടിങ് ലാംഡ = 2 ന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ സൊല്യൂഷൻ a × 1 - x ആണ്. അവിടെയും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വരും, എക്ക് ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ ഓരോ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, thus in this case infinitely many solutions exist differing from each other by a multiple of the characteristic function. ഇവിടെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഓരോ സൊല്യൂഷനും നമ്മുടെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ ആ 1 - x എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണ്, കറസ്പോണ്ടിങ് ടു ലാംഡ = 2. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റന്റ് ഉള്ള വ്യത്യാസം മാത്രമേ ആ സൊല്യൂഷൻസ് തമ്മിലുള്ളൂ. ഓക്കെ, സിമിലർലി ഇഫ് ലാംഡ = -2, ഇതേപോലെ തന്നെ ലാംഡ = -2 ആകുമ്പോൾ ഇക്വേഷൻ 8 ഷോസ് ദാറ്റ് എന്താണ്, നോ സൊല്യൂഷൻ എക്സിസ്റ്റ് അൺലെസ് എഫ് ഓഫ് എക്സ് ഈസ് ഓർത്തോഗണൽ ടു 1 - 3x. ലാംഡ = -2 ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇക്വേഷൻ 8 സാറ്റിസ്ഫൈ ചെയ്താലേ സൊല്യൂഷൻ വരും. ഇക്വേഷൻ 8നെ ഞാൻ ഈ രീതിയിൽ മാറ്റി എഴുതി. സോ എഫ് ഓഫ് എക്സും 1 - 3x തമ്മിൽ ഓർത്തോഗണൽ ആണെങ്കിൽ മാത്രമേ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ നോ സൊല്യൂഷൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ അതാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ ആണെങ്കിൽ ഇപ്പം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ, എഫ് സാറ്റിസ്ഫൈസ് ദിസ് റെസ്ട്രിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ 6 രണ്ടും ഈക്വലന്റ് ആണ്. അതിനകത്ത് ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 6 ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. ഞാൻ ആദ്യത്തെ ഇക്വേഷൻ എടുത്തിരിക്കുകയാണ്. അതിനെ c1നെ c2 ന്റെ ടേംസിൽ അങ്ങ് എഴുതി. എന്നിട്ട് ഇക്വേഷൻ നമ്പർ 2 എടുത്തിട്ട് ലാംഡയുടെ വാല്യൂ -2 c1 പകരം ഇപ്പൊ കിട്ടിയതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നേരത്തെ പോലെ സിംപ്ലിഫൈ ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ ഈ -2c2 എന്നുള്ളതിന് പകരം ക്യാപിറ്റൽ ബി എന്ന് കൊടുക്കുന്നു. സോ ഇവിടെ ബി ഇങ്ങനെ വരും സൊല്യൂഷൻ. b = -2c2 is an arbitrary constant. സോ ഈ കേസിലും എന്താണ്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാം. ഓക്കെ, സോ ഇതാണ്. നിങ്ങളിത് എഴുതിയിട്ട് ഒന്നുകൂടെ നോക്കുക, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി മനസ്സിലായില്ലെങ്കിൽ നമുക്കിത് ഒന്നുകൂടെ അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ ഇത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ നോട്ട് എഴുതിയിട്ട് ഈ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ കൂടെ ഒന്നുകൂടെ കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി